സോ ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇതുവരെയുള്ള 5 സീരീസും ഷോർട്ട്സ് ആയിട്ടാണ് ചെയ്തത്. അതിൽ ഒരെണ്ണം ഐ തിങ്ക് ഫസ്റ്റ് വീഡിയോ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തു. യൂട്യൂബും കൂടി ചെയ്യുന്നതുകൊണ്ട് യൂട്യൂബിൽ ലോങ് വീഡിയോ നെസസറി ആണ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച എയിമിലേക്ക് നമ്മൾ എത്തില്ല. ഒരുപാട് വ്യൂസ് കിട്ടുന്നില്ല എന്നോർത്ത് നമ്മൾ ലോങ് വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നത് മണ്ടത്തരാണെന്ന് എനിക്ക് ഇന്നലെ തോന്നിയോണ്ട് ഓക്കെ ഫൈൻ, നമുക്കൊരു ഇടയ്ക്ക് എന്തെങ്കിലും വ്ളോഗ് ചെയ്യാമെന്ന് ആലോചിച്ചു. ഇന്നത്തെ കലാപരിപാടികൾ ഞാൻ വ്ളോഗ് പോലെ ഇൻക്ലൂഡഡ് ആക്കാൻ നോക്കാം. അത്രയും കൺവീനിയൻ്റ് അല്ലേ ഈ ഇവിടെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് പലയിടത്തും പെർമിഷൻ ഒന്നുമില്ല. നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ട്, ഡോക്ടറെ അടുത്ത് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറയും. ഓക്കെ പറഞ്ഞതാണ്. ഇന്നലെ മുതൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. അതൊരു എന്താ പറയുക, ഇനിയൊരു 4 ദിവസം കൂടി ഉണ്ടായിരിക്കും. അത് മർമ്മക്കിഴിയാണ് ചെയ്യുന്നത്. മർമ്മക്കിഴി പിന്നെ വസ്തി ഉണ്ടായിരുന്നു. വസ്തി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ അത് കഷായ വസ്തിയായിരുന്നു പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതെന്തോ തൈലവസ്തി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാവുന്ന പോലെ ഞാൻ പറയാം. പിന്നെ യൂഷ്വലി ലേബം ഇടുന്നുണ്ടായിരുന്നു, അത് ഇപ്പോൾ ഇല്ല. സോ അതിന് പകരം എൻ്റെ ലിഗമെൻറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു 2020 അന്ന് ഒന്നോടെ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ടൈറ്റൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് കാലയിൽ മുറിവെണ്ണ ചുറ്റുന്നൊരു പരിപാടിയും കൂടി ആഡ് ആക്കുന്നുണ്ട്. ഇതൊരു 5 ദിവസത്തേനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് സ്റ്റാർട്ട് ചെയ്യും. അതൊരു 3 ദിവസത്തേനുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമുക്കുണ്ടായിരുന്ന ഇവിടെ ആർമിക്കാരൻ, അയാളൊക്കെ സ്ഥലം വിട്ടു, പുള്ളിയൊക്കെ പോയി. സോ അതിന് പകരമായിട്ട് നമുക്ക് വേറൊരു തോന്നുന്നുണ്ട്. പുള്ളി ഇവിടെ തന്നെ ഉള്ള തൊടുപുഴ തന്നെയുള്ള ഒരുത്തിനെ കം സേ ഹായ്. പുള്ളി ഇവിടെ തന്നെ ഉള്ള പാലായിൽ എന്തോ പഠിക്കുവാണ്. എന്തിനാന്ന് എനിക്കറിയില്ല പഠിച്ചിട്ടൊക്കെ, എന്നാലും പഠിക്കുന്നുണ്ട്. എന്തോ സ്പൈനിന് എന്തോ ഇഷ്യൂ ആണ്. പുള്ളി എന്തോ എന്നെ നെറ്റ് പ്ലേ നെറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ എന്തൊരു സ്പോർട്ടാണ് ചെയ്യുന്നത്. എൻ്റെ പേരിനെ നെറ്റ് ബോൾ എന്ന് പറയുന്നത് ഇവൻ്റാണ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും വിഷയമാണ്, എല്ലാവരും റെഡിയാക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെ എത്തിക്കുകയാണ്. എല്ലാവരുടെയും മാറുമെന്ന് പ്രതീക്ഷിക്കണം. നമ്മുടെ ട്രീറ്റ്മെൻറ്റൊക്കെ 9 മണി 9:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ എൻ്റെ അല്ലെങ്കിൽ എനിക്കില്ലായിരുന്നു, കുറച്ചും കൂടി താമസിച്ച് എനിക്ക് വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് സ്ഥിതിക്ക് നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വരാം. നമുക്ക് ഫ്രണ്ടിലൊരു ഒരു കഫേ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു, ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും നല്ല ആംബിയൻസാണ് അവിടെ പോയിരുന്ന് ചായ കുടിക്കാനായിട്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ചായ അവിടെ ഉണ്ട്. 10 രൂപയുള്ളൂ. പലയിടത്തും ഇപ്പോൾ 12 രൂപ 15 രൂപ 13 രൂപയൊക്കെയാണ് ചായക്ക് മേടിക്കുന്നത്. ബട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഒരു ഏലക്കയുടെ ഫ്ലേവറൊക്കെ അവർ ആഡ് ചെയ്തിട്ടാണ് തരുന്നത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. മേ ബി ഈ സമയങ്ങളിലൊക്കെ പണ്ട് ആൾക്കാരൊക്കെ വന്ന് എന്താ പറയുക, ചീട്ടൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നതാണ്. ബട്ട് ഇതുവരെ ആരും വന്നിട്ടൊന്നുമില്ല. എന്താണെന്നറിയില്ല, വരണ്ടായിരുന്നു. ഇതാണ് സ്പോർട്സ് ആയുർവേദ റിസർച്ചിൻ്റെ, ഇവിടെയാണ് അവർ കൺസൾട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് മെയിൻ ഡോക്ടർ വരുന്ന അനുപ്രിയ മാമാണ് വരുന്നത്. സോ ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് എന്താ പറയുക, ഞാൻ ലിഗമെൻറ്റ് പൊട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രോഹിത് ഡോക്ടറും അനുപ്രിയ ഡോക്ടറുമാണ് എന്നെ ട്രീറ്റ് ചെയ്ത്. ആക്ച്വലി എൻ്റെ അടുത്ത് ഓപ്പറേഷൻ ചെയ്തോളാൻ പറഞ്ഞത്, ബട്ട് എനിക്ക് ചെയ്യേണ്ടി വന്നില്ല. അത്യാവശ്യം നന്നായിട്ട് ക്യൂറായി. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഡാൻസൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ ആ ഒരു എന്താ പറയുക, എന്തോ പല റീസണെ കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. സോ അത് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇത്രയും ഭാഗത്തിന് ഭയങ്കര പേഴ്സണൽ അറ്റാച്ച്മെൻറ്റും എന്താ പറയുക, കുറേ മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ് ഇത്ര ഏരിയ എനിക്ക് എപ്പോഴും. ആ കുഴപ്പമില്ല, ചേച്ചി വേണമെന്നോ, എന്നാലും റിയാലിറ്റി ആയിട്ടുള്ളൂ. സോ അങ്ങനെയാണ്. അപ്പോൾ ചായ കുടിക്കാൻ പോകും. സോ ഇതാണ് ഞാൻ പറഞ്ഞ കഫേ. ഇത് നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു. ഇത് ഇപ്പോൾ അറൗണ്ട് 2 ആഴ്ചയായിട്ടുള്ള തോന്നുന്നു ഓപ്പണായിട്ട്, അറിയില്ല. ബട്ട് കുഴപ്പമില്ല. ഇവിടെ നിന്നാണ് നമ്മൾ സാധാരണ ഫുഡൊക്കെ വസ്തി ടൈമിൽ മേടിച്ച് ഇവിടെ നിന്നായിരുന്നു. അഫോർഡബിൾ ആയിരുന്നു. എല്ലാവരും തന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും ചായ കുടിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. സോ ബെറ്റർ ആയതുകൊണ്ടായിരിക്കുമല്ലോ വരുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാമല്ലോ. കാരണം ഈ ഏരിയയിലൊക്കെ ആണെങ്കിലും താഴത്തേന് ഒരുപാട് ഹോട്ടലൊക്കെ ഉണ്ട്. ബട്ട് ഇതിപ്പോൾ കൺവീനിയൻ്റ് ആട്ടോ. ആക്ച്വലി ഈ ഒരു ആംബിയൻസിൽ ഇത് കൺവീനിയൻ്റ് ആണ്. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും ഒബ്വിയസ്ലി നമ്മൾ കേരളക്കാരൊക്കെ ആയതുകൊണ്ട് ഒരു ചായയും ഒരു കടിയും കഴിച്ചില്ലെങ്കിൽ ആർക്കും എന്താ പറയുക, ഇരിപ്പുറക്കില്ല എന്ന് തന്നെ പറയാം. സോ എല്ലാവരും പ്രിഫർ ചെയ്യാറുണ്ട് ചായ. സോ ഇവിടെ ചായ ഉണ്ടോ എന്ന് നോക്കാം. ഈ ചായ ഉണ്ടോ ചേച്ചി? ഒരു ചായ. അനന്ത് MJ 24 കാണാൻ പറ്റും, കുഴപ്പമില്ല. ചായ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു മെയിൻ ഏരിയ ആണ്. കാരണം ഈവനിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നിടത്ത് ഞാൻ ഇവിടെയാണ് വരുന്നത്. ബിക്കോസ് ഇവിടെയാണ് റേഞ്ചുള്ളൂ. അകത്ത് 5G കിട്ടുമെങ്കിലും അപ്ലോഡിങ് സ്പീഡ് കുറവാണ്. ഞാൻ മിനിമം ഇവിടെ ഒരു 20+ എങ്കിലും Mbps കിട്ടും അപ്ലോഡിങ് സ്പീഡ്. സോ അതുകൊണ്ട് ഇവിടെ വന്നാണ് അപ്ലോഡ് ചെയ്യാറ്. പിന്നെ മോർണിംഗ് ഈവനിങ്ങും ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ നല്ല കേട്ടോ. കാരണം ഇവിടെ കുറച്ചും കൂടി കാമാണ്. ബട്ട് ഇരിക്കാൻ പാടാന്നേ ഉള്ളൂ, നിൽക്കാൻ നല്ലതാണ്. സോ
ഈ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിലും പുതിയതായിട്ട് വന്ന നേരത്തെ ഉണ്ടായിട്ടില്ലായിരുന്നു. സോ ഞാനിവിടെ കിടന്ന സമയത്ത് ഇത് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ കുട്ടികളുടെ വാർഡാണ് ആൻഡ് പേ വാർഡും കൂടി അപ്പുറമുണ്ട്. സോ ഇവിടെ പേ വാർഡായിട്ടുണ്ട്. അല്ലാണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് അടുത്ത് ഇവിടുത്തെ പേയ്മെൻറ്റൊക്കെ എങ്ങനെയാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു പേയ്മെൻറ്റ് ഇല്ല എന്ന്. പേയ്മെൻറ്റ് ഇല്ല എന്നല്ല, സബ്സിഡി ഉണ്ട്. BPL ആയിട്ടുള്ളവർക്ക് സബ്സിഡി ഉണ്ട്. APL ആയിട്ടുള്ളവരെ എനിക്കറിയില്ല. ബട്ട് എന്നാലും എന്താ പറയുക, ഒത്തിരി പേയ്മെൻറ്റ് ആവില്ല എന്ന് എനിക്ക് തോന്നുന്നു. 10, 20, 30 ദിവസം കിടന്നാലും ഒരു 5 രൂപ അല്ലെങ്കിൽ ഒരു 7 രൂപ 7,000 രൂപയ്ക്കുള്ളിൽ ഇറങ്ങാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത്. നോട്ട് കൺഫേംഡ്. ബട്ട് മരുന്ന് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. കാരണം മരുന്ന് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പ്രത്യേകിച്ച് സ്പോർട്സിലാണെങ്കിലും അത്യാവശ്യം നല്ല പരിഗണന കൊടുക്കുന്നൊരു ഹോസ്പിറ്റലാണിത്. സോ മരുന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണെന്നാണ് ഞാൻ കേട്ടത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് സ്പോർട്സിലുണ്ടായിരുന്നു, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളതാണ്. സോ അവരൊക്കെ ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങുമ്പോഴത്തേനും വളരെ മിനിമലായിട്ടുള്ളൊരു എമൗണ്ട് ആവുള്ളൂ. അറൗണ്ട് 1,000 അല്ലെങ്കിൽ 1,500, 2,000 നിൽക്കും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ആർമിക്കാരനാണെങ്കിൽ ഇന്നലെ ഇറങ്ങിപ്പോയി. പുള്ളിക്ക് അറൗണ്ട് 1,180 സംതിങ് എങ്ങാണ്ട് ആയിട്ടുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പോൾ പേ വാർഡാണെങ്കിൽ പേ വാർഡിൽ വരാം, അവർക്ക് പേയ്മെൻറ്റ് ആവുമായിരിക്കും. അല്ലാത്ത ജനറൽ വാർഡിലൊക്കെ ആണെങ്കിലും ഒത്തിരി പേയ്മെൻറ്റ് ആവില്ല. അറൗണ്ട് ഒരു 5K അന്ന് തോന്നുന്നു. ഞാനതൊരു അപ്രോക്സ് ആയിട്ട് പറയണം, കാരണം എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ ലീവെൻ്റ് കിടന്ന സമയത്ത് ഞാൻ എന്താ പറയുക, അന്നും വീട്ടിൽ BPL ആയതുകൊണ്ട് എത്രയും വന്നതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ അത് പറയായിരുന്നു. സോ ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് പൈസ ആവുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. കാരണം കുറച്ച് കമൻസ് വന്നു എവിടെയൊക്കെ ഹോസ്പിറ്റലിനൊക്കെ ചോദിച്ചിട്ട്. സോ ഇൻ കേസ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വരാമല്ലോ. ഇനി പൈസയുടെ കാര്യത്തിലൊരു ബുദ്ധിമുട്ട് പ്രതീക്ഷിക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കൂടുതലും ദൂരെ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ കട്ടപ്പന ഹൈ റേഞ്ച് ടീംസിലുള്ള വരുന്നുണ്ട്. തൃശ്ശൂർ, തിരുവനന്തപുരം, നോർത്ത് ഇന്ത്യ ഒരുപാട് പേര് വരുന്നുണ്ട്. ഹോസ്പിറ്റലിലെ ആംബിയൻസ് ആണെങ്കിലും നമുക്ക് എന്തോ ഒരു ടിപ്പിക്കൽ ഹോസ്പിറ്റൽ പോലെയല്ല. നമുക്കത്രയും അയ്യോ ഞാൻ ഹോസ്പിറ്റലാണല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും അടിക്കില്ല. കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ ഇപ്പോൾ വാർഡ് മെമ്പേഴ്സ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ടുണ്ട്. അത് ഈ ഹോസ്പിറ്റലിൽ പണ്ടും ഉണ്ടായിരുന്നു. ഞാൻ കിടന്ന സമയത്തുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടത്. ഒരു ഫാമിലി പോലൊരു സംഭവം ക്രിയേറ്റ് ആവാനുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് അത്രയും ബോറടിക്കില്ല. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരക്കാവാൻ സാധ്യതയുണ്ട്. സോ നേരത്തെ ഒന്ന് ചീട്ടൊക്കെ എടുത്തിരിക്കുവാണെങ്കിൽ അവർക്ക് നേരത്തെ കണ്ടിട്ട് പോകാം. അറൗണ്ട് 2 o'clock വരെയാണ് ഇവിടുത്തെ നോർമൽ OP വരുന്നത്. പിന്നെ ഇവിടെ സായാഹ്ന OP എന്ന് പറഞ്ഞ ഒരു ഈവനിങ് OP ഉണ്ട്, 6 o'clock വരെ ഉണ്ട്. സോ അതും കൺവീനിയൻ്റ് ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ രാവിലെ വന്നിട്ട് കഷായം ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈവനിങ് വന്നിട്ട് മേടിക്കാനുള്ള സ്കീമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നോക്കി എൻ്റെ കോളേജൊക്കെ കാണാം, ഞാൻ കാണിച്ചു തരാം. തൊട്ടടുത്താണ് എൻ്റെ കോളേജ്. ആ കാണുന്നതാണ് എൻ്റെ കോളേജ്. ഇവിടുത്തെ പുതിയ ഓഡിറ്റോറിയമാണ് കോളേജിൽ. വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ കോളേജ് ഞാൻ ഇവിടുത്തെ 2020 പാസ് ഔട്ടാണ്. ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടോ, നേരത്തെ പോലെയല്ല. ബട്ട് ഇവർ കുറേ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമുള്ളൂ. കോളേജ് മൊത്തത്തിൽ മാറ്റി മറിച്ചു കേട്ടോ. എൻ്റെ പണ്ടത്തെ ഒരു പഴമ നഷ്ടപ്പെട്ടു. ബട്ട് പുതുമ കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാക്കി. അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തിക്കണം. ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വരണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. യൂഷ്വലി എന്താണെന്നറിയില്ല, മേ ബി ഉപ്പാവോ പുട്ടോ ഓട്സോ പിന്നെ മിൽക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും. സോ അതിൻ്റെ വീഡിയോ ഞാൻ കവർ ചെയ്യുന്നില്ല, ഓൾറെഡി കുറേ എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഫുഡ് സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ്. പിന്നെ 1 ഗ്ലാസ് മിൽക്കുണ്ട്. നല്ലതാണ്. കാരണം എനിക്കെല്ലാം തന്നെ ഇപ്പോൾ കഴിക്കാൻ പറ്റും. ഞാൻ ഡയറ്റ് എടുത്ത് ശീലിച്ചുകൊണ്ട് എല്ലാം പോയിക്കോളും. ഞാൻ കൂടുതലും അതിൻ്റെ ഗുണങ്ങൾ മാത്രം നോക്കുള്ളൂ. ടേസ്റ്റി ആണോ ടേസ്റ്റ് ഇല്ലയോ അതെന്നെ ബാധിക്കുന്ന ഒരു സംഭവമല്ല അറ്റ് പ്രസൻറ്റ്. ആദ്യം കിടന്ന സമയത്ത് പാലൊക്കെ ഞാൻ കുടിക്കില്ലായിരുന്നു. എനിക്ക് വൊമിറ്റിങ് വരുമായിരുന്നു. പിന്നെ കുടിച്ച് എനിക്കത് ശീലമായി. കാരണം അങ്ങനെയാണ്. എൻ്റെ അതായത് ചെറുപ്പത്തിൽ വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിട്ട് ഞാൻ പലതും കഴിച്ചില്ലായിരുന്നു. ഗ്രോത്തിങ് സ്റ്റേജില്ലേ, ആ സമയത്ത് നമ്മൾ നല്ല ഫുഡ് എടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ബട്ട് എനിക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ഈവൻ അതായത് കോളേജിൽ പഠിച്ച സമയത്താണെങ്കിലും കൂടുതലും ഡാൻസ് അത് മാത്രമായിരുന്നു. അപ്പോഴും എൻ്റെ പ്രോപ്പർ ഫുഡ് എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. എനിക്കെപ്പോഴും ഡാൻസായിരുന്നു. രാത്രി 1 മണിക്കും 2 മണിക്കും 12:30ക്കും ഫുഡ് കഴിക്കേണ്ടൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഫ്യൂവലായിട്ട് പോകുന്നത് കാർബോഹൈഡ്രേറ്റാണ്. ചോറ് മാത്രം കഴിക്കും, പ്രോട്ടീനായിട്ടൊന്നും പോവില്ല. ചിലപ്പോൾ ഫുഡ് പോലും കഴിക്കില്ല, അത്രയും. സോ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫുഡ് നമ്മൾ കഴിക്കുക, നമുക്ക് ഇനഫായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ നേരത്തെ നമ്മുടെ ബോഡിയായിട്ട് സാച്ചുറേഷനിൽ എപ്പോഴും നിൽക്കാൻ നോക്കുക. സോ ഗൈസ് നമ്മളെ ട്രീറ്റ്മെൻറ്റിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാനുള്ള പരിപാടി നോക്കുകയാണ്. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കിഴിയാണ്. ഈ പ്രാവശ്യം മർമ്മക്കിഴി കേട്ടോ.
നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നാരങ്ങ വെച്ചിട്ടുള്ള കൂട്ടുകളൊക്കെയാണ്. ഇതിൽ മർമ്മക്കിഴി എന്നാണ് പറയണത്. ഇതിൽ വരുന്ന ഐറ്റംസ് മുട്ടയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡോക്ടറല്ലല്ലോ, അതുകൊണ്ട് അത്ര അറിയില്ല. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള കിഴി ഓൾറെഡി തയ്യാറാക്കിയതുണ്ട്. കിഴിയാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വസ്തി ഉണ്ടായിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തത് കഷായ വസ്തിയായിരുന്നു. അതായത് ഈ അനലേരിയയിലൂടെ ഇഞ്ചെക്ട് ചെയ്യുന്നത് കഷായമായിരുന്നു. കഷായം വേറെ ഒരു മരുന്നിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ടുള്ളായിരുന്നു ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ തൈലവസ്തിയാണ്, അതായത് മാത്രവസ്തി എന്നൊക്കെ പറയും. സോ നമ്മൾ ആദ്യം കൊടുത്ത എന്താ പറയുക കഷായവസ്തിയായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രീനൊക്കെ ഒന്ന് ലൂസായിട്ടുണ്ടായി, അതൊക്കെ ടൈറ്റൻ ചെയ്യാനാണ് പറഞ്ഞത്. സോ ഈ തൈലവസ്തിയുടെ ഒരു പ്രൊസീജിയർ അങ്ങനെയാണ്. ജസ്റ്റ് ഒരു ഐഡിയ നമ്മൾ ചെയ്യണം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രീറ്റ്മെൻറ്റിന് കയറുവാണ്. ഇവിടുത്തെ വിഷ്വൽസ് നമ്മൾ എടുക്കുന്നത് ശരിയല്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഞാൻ ഓൾറെഡി 2-3 ഷോട്ട് കാണിച്ചിട്ടുണ്ട്, അല്ലാണ്ട് നമ്മൾ പ്രോപ്പർ പ്രൊസീജിയർ ഒന്നും കാണിക്കുന്നത് ശരിയല്ല. സോ ഇനി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഉച്ചയ്ക്ക് നമുക്ക് ട്രാക്ഷൻ ഇടുന്നുണ്ട്, ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അടുത്ത 3-4 ദിവസത്തിന് ട്രാക്ഷൻ കൂടി ഇടുന്നുണ്ടായിരിക്കും. ഇന്നത്തെ വർക്കൗട്ടല്ല, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, മർമ്മക്കിഴി ബാക്കിയുള്ള നോക്കാം. അവർ വിളിക്കാനാണ് പറഞ്ഞത്. എന്താ വയ്യ നിനക്ക്. നമുക്ക് ഇപ്പോൾ ചെയ്തത് മർമ്മക്കിഴിയാണ്. ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞ മാത്രവസ്തി അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ട്രാക്ഷൻ ഇടാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞിട്ട് മുറിവെണ്ണ ബാൻഡേജ് ഉണ്ട്. അപ്പം ഇന്നത്തെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഇത് കോമഡി ആക്കിയതല്ല, ഇതിപ്പോൾ ചെയ്യും വേണം, മൈക്ക് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ വെച്ചത്. ഞാൻ ഓയിലേക്ക് ഇരിക്കുന്നത് ജസ്റ്റും കൂടി ഒന്ന് സെറ്റ് ആവാനായിട്ട്. ഇതിൻ്റെ സയൻസ് വശമൊന്നും എനിക്കറിയില്ല, ബട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്നു. എന്നിട്ട് ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം അരമണിക്കൂർ കഴിയുമ്പോൾ. ഓക്കെ ബൈ. സോ യെസ്, നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി കുളിച്ചിട്ട് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മാസ്ത്രവസ്തി ഇല്ലേ, അത് ചെയ്യണം. അത് ഫുഡ് കഴിച്ചിട്ട് ചെയ്യാനുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത് ഫാസ്റ്റ് ചെയ്തിട്ട് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഫുഡ് കഴിച്ചിട്ടുള്ള അവസ്ഥയാണ്. ഇവിടെയാണ് നമ്മുടെ ഹീറ്റർ, അവിടെയാണ് തൊട്ടടുത്ത് തന്നെയാണ്. ഒത്തിരി ദൂരം ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെയുള്ള എല്ലാവരും തന്നെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റൊക്കെ കഴിയും. ഉച്ചയ്ക്ക് ശേഷം ഒത്തിരി തിരുമ്മലും ബാക്കിയുള്ള പരിപാടികൾക്ക് പോകാറില്ല. ഞാൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലായത്. എല്ലാവരും ഉച്ചയോടെ തന്നെ തീർക്കാനുള്ള പരിപാടിയായിരിക്കും. കൂടെ ഉള്ളവൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അവൻ കുളിച്ച് കഴിയുന്നവരെ വീട്ടിലാണ്. അവൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കണം. കുളിച്ചിട്ട് വരാം. ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്, കാരണം ഇത് കഴിച്ചിട്ട് ഇനി അടുത്ത് സോ ഗൈസ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. പരിപാടി കുണച്ച വാക്കാനായി പറയുന്നത്. സോ ഗൈസ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ ഒബ്വിയസ്ലി കഞ്ഞിയും പയറുമാണ്. സോ നമുക്ക് അപ്പുറം കുറച്ച് അച്ചാർ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് തരണം. എവിടെ അച്ചാർ ഇതല്ലേ, മാങ്ങ അച്ചാർ. വയൽ വെള്ളം വരും. പോകാൻ വേണ്ടി കയറുന്നായിരുന്നു. പക്ഷെ പുള്ളി ഇന്നലെ കട്ടിലിരുന്ന് ഉരുളാടി വീണ്ടും കൈയൊക്കെ ഇനി ഒരു 20 ദിവസം വേണ്ടി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ്റെ കഷ്ടകാലം. അതെ അതെ, മണ്ടൻ. എന്താണ് ബ്രോയുടെ പേര്? എന്ത് പറ്റി? അതെല്ലേ, ഇവൻ പോകാനായിട്ട് ഇരിക്കുവാണ്. എന്നാണ് നീ പോണേ? നാളെ പോലെ ഇവൻ ഇനി പോക്കുണ്ടാവില്ല. ഒരു മീനൊന്നും ഇല്ലല്ലോ, അച്ചാറൊന്നുമില്ല, മീനൊന്നുമില്ല. ആക്കെ കഴിച്ചവൻ. ചാറ് മാത്രമേ ഉള്ളൂ. ചാറി മുക്കി നോക്കാല്ലേ. വാല് വെള്ളം വരുന്നു. എനിവേ താങ്ക് യു ഫോർ ദ അച്ചാർ. കുറേ നാളായി ഒടുക്കത്തെ കാറ്റ്. വായിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കുമോ. ട്രഡീഷണൽ ഫുഡ് ലൈക്ക് പയർ, അച്ചാർ, കഞ്ഞി എനിക്ക് ഇഷ്ടമായിട്ട് ഭയങ്കരമായിട്ട്. ഇതിനോടൊപ്പം പപ്പടം നമുക്കിപ്പോൾ കഴിയാൻ പറ്റില്ല, ബട്ട് പപ്പടം എന്താ പറയുക ചമ്മന്തി, ഈ ചെമ്മീൻ ചമ്മന്തി അങ്ങനെയൊക്കെ വേണ്ടി ഭയങ്കര രസമായിരിക്കും. മറ്റേ തൈര്, കാന്താരി മുളക്. സോ ഒരു ഇമോഷനാണല്ലേ പണ്ടത്തെ കൂട്ടൊക്കെ. സോ ഗുഡ് ബ്രോ, സോ ഗുഡ്. വസ്തി ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞില്ലേ തൈലവസ്തി. ട്രാക്ഷൻ ഇടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു അരമണിക്കൂർ ട്രാക്ഷൻ ഇടേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാൻഡേജ് ഉണ്ട്. സിസ്റ്റേഴ്സൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കോളാം. അതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ യെസ്, നമ്മളങ്ങനെ ട്രാക്ഷനും ഇട്ടു. ഇനി ബാൻഡേജ് മാത്രമേ ഉള്ളൂ. അത് ഈവനിങ് ആകുമ്പോഴത്തേക്കും സെറ്റ് ആക്കണം. എപ്പോഴെങ്കിലും ആലോചിച്ചുകൊണ്ടായിരിക്കും വീട്ടിൽ നിന്ന് ആരും വന്നില്ല. ബട്ട് വീട്ടിൽ നിന്ന് ഞാൻ വരണ്ടെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഇതിനെ എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് ആണ് വീട്ടിൽ നിന്ന് ആരും വരാത്തത്. ബട്ട് അമ്മ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വരണ്ടെന്ന് പറഞ്ഞാണ്, ബട്ട് വന്നു. നമ്മളിതല്ലേ ഇപ്പോൾ ചെയ്യുന്നത്.
ഇത് ചെയ്യണം, ഇത് നിർബന്ധമാണ്. എന്താ കൊണ്ടുവന്നത്? എന്നെ ചോറെന്തെങ്കിലും കറിയുണ്ടോ? നടുവ് കുഴപ്പമൊന്നുമില്ല. അമ്മ ഒരാഴ്ച കൊണ്ട് റെഡി ആവാനായിട്ട് ഇതില്ലേ? വണ്ടി എന്നാൻ കൊടുത്തല്ലേ. പക്ഷേ ഇനി കാല് കെട്ടാനായിട്ടുള്ള പരിപാടിയാണ്. അതിൻ്റെ ഒപ്പം കഷായം കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ട് കുടിച്ചിട്ട് ഇനി കാലും കെട്ടുവാണെങ്കിൽ ഇന്നത്തെ പരിപാടി കംപ്ലീറ്റ് തീരും. ചുരുട്ടി വെച്ചല്ലേ? ഇത് ചുരുട്ടി കൊണ്ടല്ല ഞാൻ ഉള്ളിൽ പറഞ്ഞേ. സോ ചിലർ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, നീ എന്തിനാ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? ഇത് എന്താ ഈ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇതുകൊണ്ട് എന്താ ദോഷം? എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുന്നുണ്ട്. എന്നോട് ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്കറിയില്ല. കാരണം എനിക്കതിനുള്ള നോളജില്ല. ഞാൻ ഡോക്ടറല്ല, ഈവൻ ഒരു നേഴ്സ് പോലും അല്ല. സോ കൂടുതലായിട്ട് എനിക്കുറിച്ചൊരു വലിയ ഐഡിയ ഇല്ല. ബട്ട് എന്നിരുന്നാലും ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതെന്താണെന്നറിയാനൊരു ക്യൂരിയോസിറ്റി എനിക്കുള്ളത് കൊണ്ടും ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേനും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴും പഞ്ചകർമ്മം എന്നുള്ള ആയുർവേദത്തിൻ്റെ അണ്ടറിലുള്ളൊരു എന്താ പറയുക ഒരു ചികിത്സാ രീതിയാണ്. സോ അതിൻ്റെ അണ്ടറിൽ വരുന്ന ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ച മീൻസ് 5, കർമ്മ മീൻസ് ക്രിയകൾ. അപ്പോൾ ഈ 5 ക്രിയകളുണ്ടായിരിക്കും. വമനം, വിരേചനം, നിരുഹാവസ്ഥി, സ്നേഹാവസ്ഥി, നസ്യം, ഇങ്ങനെയായിട്ടുള്ള 5 എണ്ണമായിട്ടാണ് തിരിച്ചറിയണം. അതുകൊണ്ടാണ് പഞ്ചകർമ്മ എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ ഇതിന് ഓരോന്നിനും അതിൻ്റേതായ എന്താ പറയുക ഇത് ഒരു മേ ബി ഒരു മെത്തേഡെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ ഈ വമനം എന്ന് പറയുമ്പോഴത്തേനും നമ്മളെന്താ ഛർദ്ദിപ്പിക്കുക, വിരേചനം എന്ന് പറയുമ്പോഴത്തേനും എന്താ പറയുക വയറിളക്കുക, സ്നേഹവസ്തി എന്ന് പറയുമ്പോഴത്തേനും എന്താ പറയുക തൈലം കൊണ്ട് വസ്തി ചെയ്യുക. അതായത് തൈലം പോലുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് മെഡിസിൻ വെച്ച് നമ്മൾ അനൽ ഏരിയയിലൂടെ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യുന്നു. ഈ സ്നേഹവസ്തി എന്ന് പറയുന്നത്. നിരൂഹവസ്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷായം പോലുള്ള മരുന്നുകൾ, കഷായം പോലുള്ളതും വേറെ എന്തെങ്കിലും മരുന്നുകളൊക്കെ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ അനൽ ഏരിയയിലൂടെ ഇഞ്ചെക്ട് ചെയ്യുന്നതിനാണ് ഈ നിരൂഹവസ്തി എന്ന് പറയുന്നത്. സോ നസി എന്ന് പറയുമ്പോഴത്തേന് എന്താ മൂക്കിലൂടെ മരുന്നൊഴിക്കുന്നതിനാണ് നസി എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള 5 ക്രിയകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ പഞ്ചകർമ്മം എന്നുള്ള ആ സംഭവം ഒരു കോൺസെപ്റ്റ് റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് ഈ ആയുർവേദം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മനുഷ്യ ശരീരത്തെ കാണുന്നത് ഒരു ദോഷങ്ങളായിട്ടാണ്. മെയിൻലി പല പല ദോഷങ്ങളായിട്ടാണ്. അതായത് വാദം, പിത്തം, കഫം എന്നിങ്ങനെ 3 ദോഷങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും ആയുർവേദം ഒരു മനുഷ്യ ശരീരത്തെ കാണുന്നത്. സോ ഈ മേൽപ്പറഞ്ഞ ദോഷങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള ആക്ഷൻ വരുമ്പോഴാണ് ഓരോരോ രോഗങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് ആയുർവേദം പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സോ അതിന് എതിരെയുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ പറഞ്ഞ പഞ്ചകർമ്മത്തിലെ ഈ 5 ക്രിയകളിലൂടെ ചെയ്യുന്നത്. അത് നമുക്ക് എന്ത് അസുഖമാണോ വന്നാൽ അതിനനുസരിച്ചുള്ള ഈ ക്രിയകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് ഈ വസ്തിയൊക്കെ ചെയ്യുന്നത് എന്താ പറയുക വാദപ്രധാനമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വസ്തിയൊക്കെ ചെയ്യുന്നത്. സോ ഇത് എന്താ പറയുക ഇതിപ്പോൾ ഒരു രോഗം വരാണ്ടിരിക്കാനും വന്ന രോഗത്തെ എന്താ പറയുക മാക്സിമം കുറയ്ക്കാനും നോക്കുന്ന പരിപാടിയാണ്. പിന്നെ നമുക്കിപ്പോൾ ഇത് ഓരോ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പോകുമായിരിക്കും. നമുക്കിതിപ്പോൾ ഇന്നിപ്പോൾ 7 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് നാളെ നമ്മുടെ ഇത് റെഡി ആവണമെന്നില്ല. ഒരു 10 ദിവസം ചെയ്തെങ്കിൽ ഒരു 20 ദിവസമെങ്കിലും റെസ്റ്റ് മിനിമം നമ്മൾ കൊടുക്കണം. മിനിമം ഒരു 10 ദിവസമെങ്കിലും റെസ്റ്റ് കൊടുക്കണം. മാക്സിമം നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും അതനുസരിച്ച് നമ്മൾ റെസ്റ്റ് കൊടുക്കുമ്പോഴാണ് ഒരു റിക്കവറി പ്രോപ്പറായിട്ട് വരിക. സോ അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്രയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ പറയാനായിട്ട് എനിക്ക് വോയിസ് ഇല്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ 2 ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മോഡേൺ മെഡിസിൻ നല്ലതാണ്, ആയുർവേദം നല്ലതാണെന്നുള്ള പല പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ ഒന്നും നല്ലതാവില്ല ഒന്നും കൊള്ളില്ല എന്നുള്ളതൊന്നും. ഞാൻ മോഡേൺ മെഡിസിനിൽ പോയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലിഗമെൻറ്റ് പൊട്ടിയ സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്യൂർ ആയതാണ്. സോ ആ ഒരു കോൺഫിഡൻറ്റിൻ്റെ ഒരു പുറത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ കുറച്ച് പേര് അങ്ങനെ പറഞ്ഞു ഇത് ചെയ്യാൻ പാടില്ല മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞ ഈ കമൻസ് വന്നു. സോ ഇത് എന്താ പറയുക ഫുള്ളി ഡിപ്പെൻഡ് ഓൺ മീ ആണ്, എൻ്റെ തീരുമാനമാണ്. സോ അതത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെപ്പോലെ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ചിലർ ഇങ്ങനെ ആകുമ്പോഴത്തേനും എന്താ പറയുക മൈൻഡ് ഡൗൺ ആയി പോകും. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എൻഗേജിങ് ആയിട്ട് ചെയ്യാൻ നോക്കുന്നത്. സോ അവർക്ക് എന്തെങ്കിലും ഒരു നോളജ് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടും ബെറ്റർ ആണെങ്കിലോ അങ്ങനത്തെ ഒരു രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി എന്നാൽ ഇപ്പോൾ ട്രീറ്റ് ചെയ്യാം കുറച്ച് കുറേ പേര് വെച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് മുന്നോട്ട് വന്ന് ഇത് റിക്കവർ ആക്കാനായിട്ടുള്ള എന്താ പറയുക ആ ഒരു മൈൻഡ് ഉണ്ടാക്കാനാണ് ഞാൻ ചെയ്തത്. സോ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ വ്ളോഗിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാണ്. വൈകുന്നേരമായി ഇവിടെ നമുക്കിനി വേറെ പരിപാടിയൊന്നുമില്ല. ഒബ്വിയസ്ലി ചായ കുടിക്കാൻ വേണ്ടി പോകണം. ഈ ചായ കടുപ്പം കുറച്ചിട്ട് ഒരെണ്ണം മീഡിയം മധുരം. ഈവനിങ് ടൈം
with a hospital mate. Can you talk anything? ചായ കടുപ്പം ചായ അങ്ങെടുത്തോ. കുളിക്കും, ഡ്രസ്സും യൂണിഫോം എടുത്തു. ജൂനിയർ പയ്യന്മാരുണ്ട് റൂമില്, ഒന്ന് തേച്ചേക്കടാന്ന് പറയും. 5:30 വരാന്ന് പറഞ്ഞിട്ട് പുള്ളി ഇപ്പോഴും വരുന്നത്. സമയം 6:30 7 മണിയാവാറായി. നീ എവിടെ വരുന്നത്? ഞാനോ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ന്. ഞാൻ തോന്നിവാസാ ചന്തയാണോ നിനക്ക് തോന്നുമ്പോൾ വരാനായിട്ട്? തുണി നടക്കുന്നുണ്ടോ? അതുകൊണ്ട് ഞാനടാ അതെന്താ അങ്ങനെ കാരണം? നീ എന്തായാലും എന്നെ പറ്റി കുറ്റം പറഞ്ഞു, തിരിച്ചെന്തിനാ വീടിക്കകത്ത് കിടന്നിട്ട് തുണി അലക്കാറുണ്ട്. അപ്പൊ എല്ലാരും വിചാരിക്കുന്നു തുണി എടുക്കാത്ത. ഇതല്ലേ കൂട്ടുകാരൻ എടുക്കുന്ന. ഇല്ല, തുണി അലക്കാൻ ഇവിടെ മറ്റേ മസാജും പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ദിവസം. മസാജ് അല്ല, ട്രീറ്റ്മെന്റ്. എന്നാലും പുള്ളി കണ്ടിന്യൂസ് വരുന്നുണ്ട് കേട്ടോ, നല്ലവനാ. നമ്മുടെ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള പെടാപ്പാടിലാണ്. ഇനി ഫുഡ് കഴിക്കണം, കിടക്കണം. ദാറ്റ്സ് ദ ഓൺലി തിങ് റിമൈനിങ്. ഇവൻ നാളെ പോവാണ്. നീ നാളെ പോകലടാ? എൻ്റെ വീട് എവിടെയാ? നീ എന്നാടാ പോണേ? നീ എന്താ പോണേ നാളെ? നീ നാളെ പോകണം? ദാറ്റ്സ് വെരി ഗുഡ്. നീ പോകില്ലെന്ന് എനിക്കറിയാം. ഇവരുമായിട്ട് ഒരുമിച്ചായിരിക്കും കഴിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ആക്ച്വലി ഹീസ് ഡൂയിങ് ഗുഡ്. രണ്ടുപേര് പോണതിന് സന്തോഷത്തിൽ. രണ്ടുപേര് എന്താ ഇതിവൻ്റെ തീർച്ചയായിട്ടും ഇവിടെ വാടക കഴിഞ്ഞാൽ എനിക്കിത് തീർക്കാനാണ്. ഇവരും എല്ലാം ഒരുമിച്ചാന്ന് തോന്നുന്നു മേടിക്കുന്ന ഫുഡ്. എനിക്കിന്ന് അമ്മ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ഫുഡ് മേടിച്ചില്ല. ബട്ട് ഇവർ സ്പെഷ്യൽ ഫുഡ് മേടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എല്ലാവരും ക്യൂരിയസ് ആണ്. കഞ്ഞിയും പയറുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ്. നമുക്കിന്ന് എന്താ പറയുക, ഹൈ പ്രോട്ടീൻ, ഹൈ കാർബ്സ്. ബട്ട് ഐ ഗോട്ട് അനദർ തിങ്, എന്താ പറയുക, അവിയൽ. ബട്ട് ദിസ് ഈസ് ഇനഫ് ബ്രോ. തൽക്കാലത്തിന് ഇത് മതി. പിന്നെ അച്ചാറൊക്കെ ഉണ്ടല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ. കഴിക്കണം, കിടക്കണം, ഇറങ്ങണം. നെക്സ്റ്റ് വ്ളോഗ് മേ ബി പെട്ടെന്നുണ്ടാവില്ല. മേ ബി ലാസ്റ്റ് ഡേ ആ സമയത്തായിരിക്കും എടുക്കുള്ളൂ. ബിക്കോസ് നമുക്ക് കൺവീനിയൻ്റ് എപ്പോഴും ഷോർട്സ് എടുക്കാനായിരിക്കും. വ്ളോഗ് എടുക്കുന്ന പറയുമ്പോഴത്തേനും ഇച്ചിരി കൂടി ടൈം എടുക്കും. ബട്ട് വ്ളോഗും എടുക്കണം, അത് നെസസറിയാണ്. നെക്സ്റ്റ് വ്ളോഗ് ഞാൻ എന്താ പറയുക, ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേനും എടുക്കും. അതിനുള്ളിൽ എന്താ പറയുക, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയാൻ സാധ്യത ഉണ്ടാവും. സോ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ഗൈസ്, ദിസ് ഈസ്